ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിന്റെ മുഴുവൻ സമയങ്ങളിലും തഖ്വയുള്ളവരായി ജീവിക്കുവാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഉറക്കം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ സൃഷ്ടിച്ചത് അവന്റെ ശരീരഘടന എന്ന് പറയുന്നത് വിശ്രമം ആവശ്യമുള്ള രൂപത്തിലാണ്. ആ ശരീരത്തിനും മനസ്സിനും വിശ്രമം നൽകാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറക്കത്തെ സംവിധാനിച്ചിട്ടുള്ളത്. ഉറക്കമില്ലാത്ത ഒരു ജീവിതം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്, അത് സാധിക്കുന്നതല്ല. ജീവനുള്ള എല്ലാ വസ്തുക്കളും എല്ലാ ജീവജാലങ്ങളും ഉറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ശാസ്ത്രം നമ്മോട് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള ഈ ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹുവിന്റെ കഴിവിനെക്കുറിച്ച് അറിയാനുമുള്ള ഒരു ദൃഷ്ടാന്തമായി കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുള്ളത്. സൂറത്തു റൂമിന്റെ 23-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞ ഇപ്രകാരമാണ്: വമിൻ ആയാതിഹി മനാമുക്കും ബില്ലൈലി വന്നഹാർ. രാവുകളിലും അഥവാ രാത്രികളിലും പകലിലും നിങ്ങൾ ഉറങ്ങുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടയാളങ്ങളിൽ, അല്ലാഹുവിന്റെ ആയത്തുകളിൽപ്പെട്ടതാണ്. വബ്തിഗാഉകും മിൻ ഫളിഹി. പ്രഭാതങ്ങളിൽ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഫളിനെ അന്വേഷിച്ചുകൊണ്ട് ജോലിക്കും മറ്റുമൊക്കെയായി പോകുന്നു. ഇതെല്ലാം അല്ലാഹു നിങ്ങൾക്ക് സംവിധാനിച്ചിട്ടുള്ള ഒരു വലിയ ദൃഷ്ടാന്തമാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യസ്മഊൻ. കാര്യങ്ങൾ കേട്ടു മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഇതിലെല്ലാം ചില ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ്. അഥവാ ഒരു മനുഷ്യൻ ഉറങ്ങിക്കിടക്കുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ നിത്യേന എന്നോണം നമ്മൾ ഉറങ്ങുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഉറക്കം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ പടച്ചറബ്ബിനെ മനസ്സിലാക്കാനും അള്ളാഹുവിന്റെ കഴിവിനെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കാനുമുള്ള ദൃഷ്ടാന്തമായിക്കൊണ്ടാണ് സഹോദരന്മാരെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്: ഉറക്കത്തെ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്രമമാക്കിയിരിക്കുന്നു എന്ന്. വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസൻ. രാത്രി അല്ലാഹു നിങ്ങൾക്കൊരു വസ്ത്രമാക്കി തന്നിരിക്കുന്നു. വന്നൗമ സുബാതൻ. നിങ്ങളുടെ ഉറക്കത്തെ അല്ലാഹു നിങ്ങൾക്കൊരു വിശ്രമമാക്കി തന്നിരിക്കുന്നു. അതുപോലെ തന്നെ വജഅലൻ നഹാറ നുശൂറൻ. പകലിനെ അല്ലാഹു നിങ്ങൾക്ക് ജീവസന്ധാരണ മാർഗത്തിന് വേണ്ടിയുള്ള അധ്വാനിക്കാനും അതുപോലെ തന്നെ ജോലിയെടുക്കാനും ആവശ്യമായ രീതിയിലുള്ള സംവിധാനങ്ങൾ അല്ലാഹു നിങ്ങൾക്കാക്കി തന്നിരിക്കുന്നു. അത് സൂറത്ത് ഫുർഖാനിന്റെ 47-ാമത്തെ ആയത്തിൽ കാണാം. സൂറത്തു നബയിൽ അല്ലാഹു പറയുന്നു: വജഅൽനാ നൗമക്കും സുബാത. നിങ്ങളുടെ ഉറക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു വിശ്രമമാക്കി തന്നിരിക്കുന്നു. അപ്പൊ സഹോദരന്മാരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് എന്ന് മാത്രമല്ല, ഒരു മനുഷ്യനെ സംബന്ധിച്ച് പോലും അവൻ ഉറങ്ങുമ്പോൾ അവന്റെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാകുന്നത്. കേവലം ഒരു ഉറക്കമെന്ന് പറഞ്ഞാൽ അതൊരു ക്ഷീണം മാറ്റാനുള്ള കാര്യം മാത്രമല്ല. ഇന്ന് മനുഷ്യന്മാരുടെ ഉറക്കിനെ സംബന്ധിച്ച് പഠനം നടത്തിയിട്ടുള്ള, അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ,
മനുഷ്യന്റെ ശാരീരികമായ ശാസ്ത്രത്തെക്കുറിച്ചും ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കിയ ആളുകൾ പറയുന്നത് മനുഷ്യ ശരീരത്തിലെ വലിയ അത്ഭുതകരമായ പല കാര്യങ്ങളും സംഭവിക്കുന്ന ഉറക്കിലാണ്, മയക്കിലാണ്. അഥവാ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഉണർന്നിരിക്കുമ്പോൾ സംഭവിക്കുന്ന മാനസികവും അതുപോലെ തന്നെ ശാരീരികവുമായ ക്ഷീണങ്ങൾക്കും ക്ലേശങ്ങൾക്കും ഒക്കെയുള്ള ഒരു പണിശാല അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് അത് മനുഷ്യന്റെ ഉറക്കിലാണ് എന്നാണ്. അഥവാ ഒരു മനുഷ്യൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ അവൻ അറിയാത്ത രീതിയിൽ അറ്റകുറ്റപ്പണികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്താനുള്ള സംവിധാനത്തെ ഉറക്കിൽ അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നു. അഥവാ നമ്മുടെ ശരീരത്തിൽ വന്നിരിക്കുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള കേടുപാടുകളെ ഒന്ന് വർക്ക് ചെയ്ത് ക്രമീകരിക്കാൻ ആവശ്യമായ രീതി ഉറക്കിൽ സംഭവിക്കുന്നു. അതേപോലെ തന്നെ ഒരു മനുഷ്യന്റെ കോശങ്ങൾ, ആ മനുഷ്യന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കോശങ്ങളുടെ വളർച്ചയും അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള പ്രോട്ടീനുകളുമൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് മനുഷ്യന്റെ ഉറക്കിലാണ് എന്നാണ്. ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഊർജം, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം അത് പൂർണ്ണമായി ഒരു മനുഷ്യനിലേക്ക് ആവാഹിക്കപ്പെടുകയും ആ മനുഷ്യൻ വിശ്രമാവസ്ഥയിലേക്ക് മാറുമ്പോഴാണ് അവന്റെ ഹൃദയതാളവും അതുപോലെ തന്നെ ശ്വസന നിരക്കും ഒക്കെ പൂർണ്ണമായ രീതിയിൽ അത് കുറഞ്ഞ് മനുഷ്യന്റെ ഊർജത്തെ സംഭരിക്കുന്ന അല്ലെങ്കിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. കാരണം അവന്റെ ശരീരത്തിന്റെ ചലനങ്ങളാണ് നിലച്ച് അവന്റെ ഹൃദയമിടിപ്പിന്റെ താളങ്ങൾ കുറഞ്ഞ് അവന്റെ മറ്റുള്ള പ്രവർത്തനങ്ങൾ, ബ്രെയിന്റെ പ്രവർത്തനമായിരുന്നാലും മറ്റു പഞ്ചേന്ദ്രിയങ്ങളായിരുന്നാലും അതിന്റെ എല്ലാം പ്രവർത്തനങ്ങൾ കുറച്ച് ശരീരത്തിന്റെ ഊർജ സംരക്ഷണത്തിന് ആവശ്യമായ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉറക്കിൽ സംഭവിക്കുന്നു. അതുപോലെ തന്നെ തലച്ചോറിലും മനുഷ്യന്റെ ബ്രെയിനിൽ അടിഞ്ഞുകൂടുന്ന രക്തത്തിലും അതുപോലെ തന്നെ മറ്റുള്ള ആവശ്യങ്ങളുമൊക്കെ മറ്റു കാര്യങ്ങളൊക്കെയുള്ള മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്യപ്പെടുന്നതും ഉറക്കിലാണ്. ഇതൊക്കെ ഇന്ന് ശാസ്ത്രം കൃത്യമായി കൊണ്ട് കണ്ടെത്തിയ കാര്യങ്ങളാണ്. ഇതുപോലെ തന്നെ മനുഷ്യന്റെ ഹിഫ്ള്, അവന്റെ ഓർമ്മശക്തി അത് പൂർണ്ണമായും ക്രമീകരിക്കപ്പെടുന്നതും ഇതുപോലെയുള്ള ഉറക്കിലാണ് എന്നതാണ് ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയത്. അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ഹോർമോൺ പ്രവർത്തനങ്ങൾ. ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഹോർമോണുകൾ അത് കൃത്യമായി കൊണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉറക്കിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ ചെറിയ കുട്ടികൾ കുറേ സമയം ഉറങ്ങും. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഉറക്കിയിട്ടില്ലെങ്കിലും ഉറങ്ങും. കാരണം അവരുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഈ ഉറക്കിന്റെ സമയത്താണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതുപോലെ തന്നെ മുതിർന്നവരാണെങ്കിൽ അവരുടെ പേശികൾക്ക് ആവശ്യമായ ശക്തിയും കാര്യങ്ങളും ഹോർമോണും ഒക്കെ വളർത്തപ്പെടുന്നതും അതുപോലെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതുമെല്ലാം ഉറക്കിലാണ്. ഇതുപോലെ മനുഷ്യന്റെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങളും അതിന്റെ പ്രോട്ടീനുകളുമെല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഉറക്കിലാണ്. ഞാൻ ഇതിന്റെ ശാസ്ത്രം പറഞ്ഞെന്താ വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസൻ വന്നൗമ സുബാതൻ അല്ലാഹു പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഉറക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു വിശ്രമമാക്കിയിരിക്കുന്നു. ആ വിശ്രമം നമ്മൾ അറിയാത്ത രീതിയിൽ നമ്മുടെ ശരീരത്തെ ആ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനുകളും ഹോർമോണുകളും അതുപോലെ തന്നെ ഊർജവും എല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു പ്രക്രിയയായി മനുഷ്യ ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചൊരു സംവിധാനമാണ് ഉറക്കം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികളായ ആളുകൾ അവരുടെ ശരീര സംരക്ഷണം കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറും മിനൽ മുഅ്മിനിൽ ദഈഫ്. ഒരു ശക്തിയുള്ള ആരോഗ്യമുള്ള വിശ്വാസിയാണ് ആരോഗ്യമില്ലാത്ത വിശ്വാസിയേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമെന്ന് പ്രവാചകന്റെ ഹദീസിൽ കാണാം. അത് ഈമാനികമായി കൊണ്ടുള്ള ശക്തിയും ശാരീരികമായി കൊണ്ട ശക്തിയും അതിൽ ഉൾപ്പെടുന്നുണ്ട്. തന്റെ ശരീരത്തെ അനാവശ്യമായ പ്രവർത്തനങ്ങൾ കൊണ്ട് നശിപ്പിക്കാതിരിക്കാൻ ഒരു വിശ്വാസി ശ്രദ്ധിക്കണമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു ഹദീസുണ്ട്. അദ്ദേഹം ഉറക്കമിളച്ചുകൊണ്ട് ധാരാളമായിക്കൊണ്ട് രാത്രി നമസ്കരിക്കുന്ന സഹാബിയായിരുന്നു. ഇതറിഞ്ഞപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചു. നമസ്കാരം തന്നെയാണ്, ശരിയാണ്, പക്ഷെ ധാരാളമായിക്കൊണ്ട് ഉറക്കമിളച്ച് എന്നും ഉറക്കം ഒഴിവാക്കിക്കൊണ്ട് നമസ്കരിക്കുമ്പോൾ ഇതറിഞ്ഞ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ചെയ്യാൻ പാടില്ല. ഇന്ന ലിനഫ്സിക അലൈക ഹഖ്ഖൻ, നിനക്ക് നിന്റെ ശരീരത്തോട് ചില ബാധ്യതകളുണ്ട്. നിന്റെ റബ്ബിനോട് ബാധ്യത ഉള്ളതുപോലെ തന്നെ നിന്റെ ശരീരത്തോട് ചില ബാധ്യതകളുണ്ട്.
വഇന്ന ലിജസദിക അലൈക ഹഖൻ, നിന്റെ നഫ്സിനോടും ആത്മാവിനോടും നിന്റെ ശരീരത്തോടും ചില ബാധ്യതകളുണ്ട്. അതുകൊണ്ട് ഫഅതി കുല്ലദി ഹഖിൻ ഹഖഹു, ഓരോന്നിനും അതിൻ്റെതായ അവകാശങ്ങൾ നിങ്ങൾ കൊടുക്കണം. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം, ഇബാദത്ത് ചെയ്യേണ്ട സമയത്ത് ഇബാദത്ത് ചെയ്യണം, കളിക്കേണ്ട സമയമാണെങ്കിൽ കളിക്കണം, പഠിക്കേണ്ട സമയമാണെങ്കിൽ കളിക്കണം. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയാൻ, അനാമു അവ്വലൽ ലൈൽ, ഞാൻ രാവിന്റെ ആദ്യത്തിൽ ഉറങ്ങും. ഫഅഖൂമു വഖദ് ഖദൈതു ജുസ്ഇ മിനൻ നൗം, എന്റെ ഉറക്കിന്റെ ഓഹരി ഞാൻ അവസാനിപ്പിച്ച്, അല്ലെങ്കിൽ ഉറക്കിന്റെ പിന്നെ എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ ഞാൻ എഴുന്നേറ്റുകൊണ്ട് നമസ്കരിക്കും. ഫഅഖറഉ മാ കതബല്ലാഹു ലി, അല്ലാഹു എനിക്ക് എത്രയാണോ നമസ്കരിക്കാൻ എഴുതി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ കഴിവിന്റെ പരമാവധി എത്രയാണ് എന്റെ നമസ്കാരവും എന്റെ ഖിറാത്തും, അത് ഞാൻ പാരായണം ചെയ്യും, ഞാൻ നമസ്കരിക്കും. എന്നിട്ട് അദ്ദേഹം പറയാൻ, ഫഹ്തസിബു നൗമതി കമാ അഹ്തസിബു ഖൗമതി, ഞാൻ എന്റെ രാവിന്റെ ആദ്യ ഭാഗത്ത് ഉറങ്ങുമ്പോൾ ആ ഉറക്കിന് പോലും എനിക്ക് പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഉറങ്ങുന്നത്. എന്തുകൊണ്ടാണ്? കാരണം ഈ ഞാൻ ഉറങ്ങുന്നത് എന്റെ നിയത്ത് അവസാന സമയത്ത് എഴുന്നേറ്റുകൊണ്ട് രാത്രി നമസ്കരിക്കണം എന്ന നിയത്തുള്ളത് കൊണ്ട് തന്നെ ആ ഉറക്കിന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കൂലി തരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കൊണ്ട് കാണാൻ കഴിയും. സഹോദരന്മാരെ, ഉറക്ക് വലിയൊരു അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏത് അനുഗ്രഹത്തെയും രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഏത് അനുഗ്രഹമാണെങ്കിലും അത് ആവശ്യത്തിന് ഉപയോഗിക്കാം, അനാവശ്യത്തിന് ഉപയോഗിക്കാം. ഇതുപോലെ തന്നെയാണ് ഉറക്കവും. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഉറക്കം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചു തന്ന സമയത്തും അനുവദിച്ചു തന്ന അളവിലും നമുക്ക് ഉറങ്ങാം, അല്ലെങ്കിൽ ഉറങ്ങണം. അതേ സമയത്ത് നമ്മൾ ഇബാദത്തുകൾ നഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ നിർബന്ധമായി കൊണ്ടും കാണേണ്ടതോ കേൾക്കേണ്ടതോ അറിയേണ്ടതോ ചെയ്യേണ്ടതോ ആയ കാര്യത്തിനിടക്ക് പോലും നമുക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല, അത് ശരിയായ ഒരു ഉറക്കമല്ല. പ്രത്യേകിച്ച് നമസ്കാരത്തിന്റെ സമയങ്ങളിൽ ഫർദ് നമസ്കാരങ്ങൾ ഉപേക്ഷിക്കുന്ന രീതിയിൽ നമ്മുടെ ഉറക്കം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, നമ്മൾ ഉറങ്ങി 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 അവസാനം നിസ്കരിക്കാൻ സമയമില്ലാത്ത രൂപത്തിൽ ഉറക്കമുണ്ടെങ്കിൽ ആ ഉറക്കം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കും, നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കും, നമ്മുടെ ഈമാനെ തന്നെ നശിപ്പിക്കുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മറിയമിൽ പറഞ്ഞു, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉ സ്വലാത്ത വത്തബഉ ശഹവാത് ഫസൗഫ യൽഖൗന ഗയ്യൻ. ചില ആളുകൾ, പ്രവാചകന്മാരുടെ കാലശേഷം ചില ആളുകൾ കടന്നു വരും. അവർ നമസ്കാരത്തെ ഉപേക്ഷിക്കുന്നവരായിരിക്കും. വത്തബഉ ശഹവാത്, സ്വന്തം ഇച്ഛകളെ അഥവാ സ്വന്തം ശരീരത്തിന്റെ ഇച്ഛകളെ പിൻപറ്റുന്നവരായിരിക്കും. അഥവാ ഈ ഇച്ഛകളെ പിൻപറ്റിയത് കൊണ്ട് ആ ഇച്ഛകൾക്കനുസരിച്ചുകൊണ്ട് സഞ്ചരിക്കുമ്പോൾ അവ സ്വാഭാവികമായിക്കൊണ്ടും അളാഉ സ്വലാത്ത്, അവർ നമസ്കാരത്തെ ഒഴിവാക്കുന്നവരായിരിക്കും. ഫസൗഫ യൽഖൗന ഗയ്യൻ, അവർക്ക് എന്താണ് സംഭവിക്കുക? അവസാനം അവർ നാശത്തെ അഭിമുഖീകരിക്കുന്നവരായിരിക്കും. ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഫർദ് നമസ്കാരത്തിൽ നിന്ന് അത് നമസ്കരിക്കാതെ കിടന്നുറങ്ങിയ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ദുനിയാവിലും രക്ഷപ്പെടാൻ പോകുന്നില്ല, പരലോകത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ മിഅ്റാജിന്റെ രാത്രിയിൽ കണ്ട ഭയാനകമായ സംഭവങ്ങൾ ഒന്നെന്തായിരുന്നു? ഒരു മനുഷ്യൻ, ആ മനുഷ്യന് രണ്ട് മലക്കുകൾ ആ മനുഷ്യന്റെ തല ഒരു വലിയ കല്ലുകൊണ്ട് അടിച്ച് പരത്തിക്കൊണ്ടിരിക്കുക. കുറച്ചു കഴിഞ്ഞാൽ തല വീണ്ടും ശരിയാകുന്നു, വീണ്ടും ആ കല്ലുകൊണ്ട് ആ മനുഷ്യന്റെ തലയെ അവർ അടിച്ച് പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് ഈ മനുഷ്യൻ ഈ രൂപത്തിലുള്ള ശിക്ഷ ലഭിക്കാനുള്ള കാരണം എന്താണ്? അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുല യഖുദുൽ ഖുർആൻ, അവൻ ഖുർആനൊക്കെ പഠിച്ച ആളാണ്, ഖുർആൻ ക്ലാസ്സിനൊക്കെ പോകുന്ന ആളാണ്, ഖുർആൻ മനസ്സിലാക്കിയ ആളാണ്. പക്ഷേ ഫയർഫുലുഹു, ആ ഖുർആൻ അവൻ അവഗണിക്കും. വയനാമു അനിസ് സ്വലാത്തിൽ മക്തൂബ, ഫർദ് നമസ്കാരത്തിന്റെ സമയത്ത് നിസ്കരിക്കാതെ കിടന്നുറങ്ങിയ ആളാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഈ വെള്ളിയാഴ്ച ദിവസത്തിലെ സുബഹി നമസ്കാരമാണ് അഫ്ളലുസ് സ്വലാത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ അഫ്ളലുസ് സ്വലാത്ത് നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ട് ജമാഅത്തോടുകൂടി? നമ്മൾ ചിന്തിക്കണം. ഫർദ് നമസ്കാരം ഒഴിവാക്കി കിടന്നുറങ്ങുന്നവന് ഖബറിൽ ലഭിക്കുന്ന, ബർസഖിൽ ലഭിക്കുന്ന ശിക്ഷയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. പരലോകത്ത് വേറുണ്ടാവും. ഒരു മനുഷ്യന് നിർബന്ധമായിക്കൊണ്ട് ചെയ്യേണ്ട ആ അമലുകളിൽ നിന്ന് അവനെ തടയുന്ന രീതിയിൽ അവന്റെ ഉറക്കമുണ്ടെങ്കിൽ ആ ഉറക്കം പാടില്ലെന്നാണ് ശരീഅത്ത് പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കപടവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ലൈസ സ്വലാത്തു അസ്കല അൽ മുനാഫിഖീൻ മിനൽ ഫജ്രി വൽ ഇശാ,
ഫജ്റിന്റെയും ഇശാഇന്റെയും നമസ്കാരത്തെക്കാൾ ഭാരമേറിയ നമസ്കാരം കപടവിശ്വാസികൾക്ക് വേറെ ഒന്നുമില്ല. അത് രണ്ടും വരാൻ വലിയ മടിയായിരിക്കും. ഇതിൽ പ്രവാചകൻ പറയും, വലൗ യഅലമൂന മാ ഫീഹിമാ ലഅതൂഹുമാ വലൗ ഹബ്വൻ. ഈ സുബഹിന്റെയും ഫജ്റിന്റെയും ഇശാഇന്റെയും നമസ്കാരത്തിന് അല്ലാഹു കൊടുക്കുന്ന കൂലിയെങ്ങാനും ഈ മനുഷ്യന്മാര് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവൻ നടക്കാൻ കാലില്ലെങ്കിൽ പോലും മുട്ടിൽ എഴഞ്ഞിട്ടെങ്കിലും അവൻ പള്ളിയിലേക്ക് എത്തുമായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും വലിയ കൂലിയാണ് ഫർദ് ജമാഅത്തുകൾക്ക്, പ്രത്യേകിച്ചും പുരുഷന്മാരെ ശ്രദ്ധിക്കണം. അത് നിസ്കരിക്കാതെ ആ ഫജ്റിന്റെ സമയത്ത് കടന്നുറങ്ങുക, ആ ഉറക്കത്തെ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു തന്നിട്ടില്ലെന്ന് മാത്രമല്ല, പ്രവാചകൻ പറഞ്ഞു, ഇദാ കറജുലും ബാല ശൈത്താനു ഫി ഉദ്നിഹി. അങ്ങനെ ഫജ്റിന്റെ സമയത്ത് കടന്നുറങ്ങി സുബഹി നമസ്കാരം നഷ്ടപ്പെടുത്തുന്ന ആളെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞു, അവന്റെ ചെവിയിൽ ശൈത്താൻ മൂത്രമൊഴിച്ചിരിക്കുന്നു എന്ന. അങ്ങനെ പിശാചിന്റെ ആ വൃത്തികെട്ട മാലിന്യവും പേറിക്കൊണ്ടാണ് രാവിലെ നമ്മൾ, അത് വെള്ളിയാഴ്ചയാണെങ്കിലും ശനിയാഴ്ചയാണെങ്കിലും ഞായറാഴ്ചയാണെങ്കിലും ഏത് ദിവസമാണെങ്കിലും എഴുന്നേൽക്കുന്നതെങ്കിൽ അത് ശരിയല്ല. അതേപോലെ തന്നെ സഹോദരന്മാരെ, ഉറക്കമെന്ന് പറഞ്ഞ അള്ളാഹു പറഞ്ഞു, രാത്രിയാണ് അള്ളാഹു നമുക്ക് ഉറങ്ങാൻ നിശ്ചയിച്ചിട്ടുള്ള സമയം. അതാണ് മനാമുക്കും ബില്ലയിൽ എന്ന് പറഞ്ഞു. എന്നാൽ അതേ സമയത്ത് പകലിന്റെ സമയത്ത് ഉറങ്ങുന്ന വിരോധമൊന്നുമില്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച സമയത്ത് കൃത്യമായി കൊണ്ട് ഉറങ്ങുമ്പോഴാണ് അതിന്റെ എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. മഹാൻ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയണം, അന്നൗമു ബില്ലൈൽ അൻഫഉ ലിബദനിൽ ഇൻസാൻ വഖ്വ അല ഇസ്ലാഹിഹി മിൻ നൗമിൻ നഹാർ. ഒരു മനുഷ്യൻ പകലിൽ ഫുള്ളൂ കിടന്നുറങ്ങന്നെ, രാത്രി ആൾ ഫുള്ള് സജീവാണ്. അപ്പൊ ഇത് ഞാൻ പ്രത്യേകമായിക്കൊണ്ട് പറയാൻ കാരണം, ഈ കാലഘട്ടത്തിൽ നമ്മുടെ യുവാക്കളും അതുപോലെ തന്നെ ആളുകളൊക്കെ എന്ന് വെച്ചാൽ നൈറ്റിലാണ് അവർ ഉണർന്നിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളെ പോലെ തന്നെ നമ്മുടെ രാജ്യങ്ങൾ മാറിയിരിക്കണം. നട്ടപ്പാതിര നേരത്ത് പോയി നോക്കിയാലും ചായപ്പീടിയിൽ ആളുണ്ടാവും, പക്ഷെ സുബൈക്കിന്റെ പള്ളി നോക്കി ആളുണ്ടാവില്ല. ഇതാണ് നമ്മുടെ ഉമ്മത്തിലെ അവസ്ഥ. അത് മുജാഹിദായിരുന്ന ജമാഅത്തായിരുന്നാലും ഏത് കക്ഷികളായിരുന്നാലും മുസ്ലിങ്ങളെ മൊത്തത്തിൽ അവസ്ഥ അതാണ്. രാത്രി 1, 2, 3 മണി 4 മണി വരെ ചായപ്പീടിയിൽ ആളുണ്ടാവും. എന്നാൽ 1 മണിക്കൂറും കഴിഞ്ഞ് സുബൈ ബാങ്ക് കൊടുത്ത് അസ്സലാത്തു ഖൈറുമിൻ എന്ന് പറഞ്ഞാൽ അവൻ പോയി കിടന്നുറങ്ങാണ്. അതൊരിക്കലും ശരിയല്ല. അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഭൂഷണമായ കാര്യമല്ല. ഒരു ആവശ്യമില്ലാത്ത അനാവശ്യമായ കാര്യങ്ങൾക്ക് ഉറക്കമിളക്കുക എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമികമായി കൊണ്ട് തെറ്റായ കാര്യമാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ രാത്രി ആവശ്യമില്ലാതെ റോഡുകളിലും സൈഡുകൾക്ക് വർത്തമാനം പറഞ്ഞിരിക്കുന്ന ആളുകളെ ഉമർ റളിയല്ലാഹു അൻഹു അടിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം. പരി പോകാൻ പറയും, അടി കൊടുത്തിട്ട് പായിപ്പിച്ചിരുന്നു എന്നാണ്. അതങ്ങനെ പായിപ്പിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ മുഴുവൻ പായിപ്പിക്കേണ്ടി വരും നമ്മുടെ ഉമ്മത്തിൽ നിന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആവശ്യമില്ലാത്ത രീതിയിൽ അനാവശ്യമായി കൊണ്ട് സംസാരിച്ചിരിക്കുകയും അതുപോലെ തന്നെ അനാവശ്യമായി കൊണ്ട് രീതിയിൽ ഉറക്കമിളക്കുക എന്നുള്ളത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രശ്നമില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ രീതി അതായിരുന്നു. മാത്രമല്ല, പകൽ സമയത്തുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് സമയം പകൽ ഉറങ്ങി. അതെന്തിനാ പകൽ ഉറങ്ങുന്നത്? അതിനാണ് ഖൈലൂല എന്ന് പറയാം. ളുഹറിന് കുറച്ച് മുമ്പോ അതല്ലെങ്കിൽ ളുഹറിന് തൊട്ട് ശേഷം, പ്രത്യേകിച്ചും ജുമുഅ ദിവസങ്ങളാണെങ്കിൽ ജുമുഅ കൂടെ കുറച്ച് ശേഷം, അതിനാണ് ഖൈലൂലത്ത് എന്ന് പറയാം. സഹാബത്ത് ആ ഖൈലൂല ഉറങ്ങിയിരുന്നു. ഈ ഖൈലൂല ഉറങ്ങണമെന്ന് വെച്ചാൽ രാത്രിയിൽ കുറച്ച് ഉറക്കം നഷ്ടപ്പെടാതിരിക്കാനും അല്ലെങ്കിൽ രാത്രി ആരാധനകൾ സജീവമാക്കാനും വേണ്ടി അതിന് ഖൈലൂല എന്ന് പറയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖീലു ഫഇന്ന ശയാത്തീന ലാ തഖീൽ. നിങ്ങൾ ഖൈലൂല ഉറങ്ങണം, അത് നല്ല കാര്യമാണ്. കാരണം പിശാചുക്കൾക്ക് അങ്ങനത്തെ ഒരു ഉറക്കല്ല. അവർ പിശാചുക്കൾക്ക് ഉറക്കമുണ്ടെങ്കിലും അവർ ഖൈലൂല ഉറങ്ങാറില്ല. അതുകൊണ്ട് അവരോട് വിരുദ്ധമായിക്കൊണ്ട് നിങ്ങൾ ഖൈലൂല ഉറങ്ങാം. പക്ഷെ ആവശ്യമില്ലാത്ത സമയങ്ങളിൽ അല്ലെങ്കിൽ ഇബാദത്തിന്റെ തടസ്സം വന്നുകൊണ്ട് രീതിയിൽ ദുർസ്കാരത്തിലാണ് ഉറങ്ങി അവസാനം അസർ ജമാഅത്ത് കിട്ടിയില്ല, 5 മണിക്കോ 6 മണിക്കോ നീക്കണം ഉറക്കല്ല. ഖൈലൂല പണ്ഡിതന്മാർ പറഞ്ഞത് അതിലേറി വന്നാൽ കുറച്ച് സമയം, അതിനാ ഖൈലൂല എന്ന് പറയും. വലിയ ദീർഘമായ ഉറക്കത്തിന് ഖൈലൂല എന്നറിയില്ല. ഏറി വന്നാൽ 1/2 മണിക്കൂർ. എന്നാൽ ശരീരത്തിന് ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടി, ശരീരത്തിന് റിഫ്രഷ്മെന്റ് ലഭിക്കാൻ വേണ്ടി ഉറക്കത്തിനാണ് ഖൈലൂല. റസൂലും സഹാബത്തും ചെയ്തിരുന്നു. ഇതുപോലെ തന്നെ ഉറക്കിന്റെ സന്ദർഭം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ കഴിയുന്നതും നേരത്തെ ഉറങ്ങാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്നിപ്പോ അതൊക്കെ മാറി, നമ്മുടെ സിസ്റ്റങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾ അവരുടെ പ്രകൃതിക്കനുസരിച്ചുകൊണ്ട് പകൽ കഠിനമായി ചൂടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തിറങ്ങാൻ കഴിയാതിരിക്കുമ്പോൾ രാത്രി അവർ പുറത്തിറങ്ങും. എന്നാൽ നമ്മുടെ നാടിനെ സംബന്ധിച്ച് രാവും പകലും ഒരുപോലെയുള്ള ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറി വന്നാൽ, സഹോദരന്മാരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യക്റഹു അൻ-നൗമ ഖബല അൽ-ഇശാ. ഇശാന്റെ മുമ്പ് ഉറങ്ങുന്നതിന് പ്രവാചകൻ വെറുത്തിരുന്നു എന്നാണ്. ഇശാന്റെ മുമ്പ് ഉറങ്ങാൻ പാടില്ല. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഇശാ ബാങ്ക് കൊടുക്കാൻ 1 മണിക്കൂറും 10 മിനിറ്റ് ഉണ്ടാവുള്ളൂ.
ആ സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ ഇശാന്റെ ജമാഅത്തൊക്കെ നഷ്ടപ്പെടും, ഉറപ്പാണ്. വളരെ അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ അയാൾക്ക് ഇശാ ജമാഅത്ത് നഷ്ടപ്പെടില്ല എന്ന് അയാൾക്ക് 100% ഉറപ്പുണ്ട്. അതിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ വിളിക്കാൻ ആളുണ്ടെങ്കിൽ വിരോധമില്ല. അതേ സമയത്ത് പ്രവാചകന് വെറുത്ത കാര്യമാണ് വൽ ഹദീസു ബഅദഹാ, ആ ഇശാ നമസ്കാരത്തിന് ശേഷം അനാവശ്യമായി കൊണ്ട് സംസാരിച്ചിരിക്കുന്നതിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തിരുന്നു. അത് 2-3 കാര്യങ്ങൾക്ക് മാത്രമാണ് ഇസ്ലാമിലുള്ളവൾ. ഒന്ന് ഭാര്യയ്ക്കും ഭർത്താവിനും സംസാരിച്ചിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും മസ്ലഹത്തുകൾക്ക് വേണ്ടിയുള്ള ചർച്ചകളാണെങ്കിൽ, അതിൽ ദീനിയായ കാര്യങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ ദുനിയാവിന്റെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ. അതല്ലാതെ അനാവശ്യമായ കാര്യങ്ങൾക്ക് വെറുതെ ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇപ്പൊ നിങ്ങൾ ഈ രാത്രി ഒരു 11 മണി 12 മണിക്ക് ഇതിലൊന്ന് വെറുതെ കാറെടുത്തിറങ്ങി നോക്കി, എത്ര അങ്ങാടികളിൽ മുസ്ലിം ചെറുപ്പക്കാർ ഒരു ആവശ്യവുമില്ലാതെ വെറുതെ വായി നോക്കിയിരിക്കുന്നത് കാണാൻ കഴിയും. അത് പ്രവാചകൻ സദസ്സും വിലക്കിയ കാര്യമാണ്, വെറുത്ത കാര്യമാണ്. അത് അവന്റെ ശരീരത്തെയും അവന്റെ ദീനിനെ മാത്രമല്ല, അവന്റെ ദാമ്പത്യ ജീവിതത്തെ അതുകൊണ്ട് പ്രശ്നമുണ്ടാക്കും, അവന്റെ ശാരീരികമായ ജീവിതത്തിൽ പ്രയാസമുണ്ടാക്കും, അവന്റെ മക്കളിൽ അത് സ്വാധീനമുണ്ടാക്കും, എല്ലാ കാര്യം ജീവിതം തന്നെ തകിടം മറിയുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകാം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായിക്കൊണ്ട് വകാന യക്റഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യക്റഹു അൻ-നൗമ ഖബല ഇശാ വൽ ഹദീസ് ബഅദഹാ. ദീനിന്റെ കാര്യങ്ങൾക്കാണെങ്കിൽ ഉറക്കമെടുക്കാൻ കുഴപ്പമില്ല. ഇശാക്ക് ശേഷം പള്ളിയിൽ ഒരു ദർസുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടികളുണ്ട്, അതിന് കുഴപ്പമില്ല. അതായത് ആവശ്യമില്ലാത്ത രീതിയിൽ ആ കാര്യങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിക്കാൻ പാടില്ല. ഈ ഉറങ്ങുന്ന സന്ദർഭത്തിൽ തന്നെയും ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രവാചകൻ അദബുകൾ പാലിക്കണം. നിങ്ങൾ ആലോചിക്കണം, ഒരു ദുനിയാവിലെ എല്ലാ മനുഷ്യന്മാരും ഉറങ്ങുന്നുണ്ട്, എല്ലാ മനുഷ്യന്മാരും ഉറങ്ങുന്നുണ്ട്. പക്ഷെ ആ ഉറക്കിൽ പോലും അദബുകളും മര്യാദകളും പാലിക്കണമെന്നും അതിന്റെ മര്യാദകളും പഠിപ്പിച്ച മതാണ് ഇസ്ലാം. എങ്ങനെ ഉറങ്ങണമെന്ന് പോലും, എങ്ങനെ ഉറങ്ങരുത് എന്ന് പോലും ഇസ്ലാമിൽ നിർദ്ദേശങ്ങളുണ്ട്. കമിഴ്ന്ന് കിടക്കാൻ പാടില്ല, കമിഴ്ന്ന് കിടന്നുറങ്ങാൻ പാടില്ല. അത് നരകവാസികളുടെ ഉറക്കമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ വലതു ഭാഗത്തേക്ക് ഇതാ അതീത മുദ്ജഅക ഫതവല്ല, നീ നിന്റെ കിടക്കപ്പായിലേക്ക് വന്നാൽ നീ ഉളു എടുക്കണം, ഉളു എടുത്തുകൊണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഉളു അക്ലിസ്സലാ, നിസ്കാരത്തിന് ഉളു എടുക്കുന്ന പോലെ തന്നെ ഉളു എടുക്കണം. ഒരു കമ്മട്ട ഉളു എടുത്താൽ പോരാ. എന്നിട്ട് നിന്റെ വലതു ഭാഗത്തേക്ക് തിരിഞ്ഞ് ദിക്റുകളും ദുആകളൊക്കെ ചൊല്ലി, സൂറത്തുൽ മുൽക്കും സജദ ഓതാൻ കഴിയുന്ന ആൾക്ക് അങ്ങനെ ഓതാം, ദിക്റുകൾ ചൊല്ലി ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വഹ്യ എന്ന് പറഞ്ഞ് കിടക്കണം. അങ്ങനെ കിടന്നാൽ ആ മനുഷ്യൻ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗം അനുസരിച്ച് കൊണ്ടുവന്ന് അങ്ങനെ ഉറങ്ങി ആ അതിലാണ് മരിച്ചുപോയാലും അയാൾക്ക് നല്ല മരണമായിരിക്കും ഉണ്ടാകാന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച്. വലതു ഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കണം. ഇന്നിപ്പോ ശാസ്ത്രം പറഞ്ഞു വെച്ചാൽ വലതു ഭാഗത്തേക്ക് തിരിഞ്ഞു കിടന്നാൽ നമ്മുടെ ഉറക്കിൽ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ വിശ്രമില്ലാതെ പണിയെടുക്കുന്ന ഒരു അവയവമാണ് നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞു. ആ ഹൃദയത്തിന് കൂടുതൽ വിശ്രമം കിട്ടും എന്നുള്ളതൊക്കെ ഇന്ന് ശാസ്ത്രം തെളിയിച്ച കാര്യമാണ്. ഈ തെളിയിച്ചിട്ടില്ലെങ്കിലും പ്രവാചകൻ അങ്ങനെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ കാര്യം ശ്രദ്ധിക്കണം. മാത്രമല്ല അമിതമായ ഉറക്കം, ഉറങ്ങന്നെ, രാവും പകലും ഉറങ്ങന്നെ, അത് ഒരു മനുഷ്യന്റെ ശരീരത്തെ തന്നെയും നശിപ്പിക്കും. മഹാനായ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, കസറത്തുൻ നൗം തുമീതുൽ ഖൽബ്, ഒരു മനുഷ്യന്റെ ഹൃദയത്തെ നശിപ്പിക്കും. ഇമാം വഹബ് ബിൻ മുനബ്ബഹ് പറയാൻ, ലൈസ മിൻ ബനി ആദം അഹബ്ബു ഇലാ ശയാത്തീനിഹി മിനൽ അഖൂലിൻ നവ്വാം, നല്ലോണം പള്ളർച്ച് തിന്ന് നല്ലോണം കടന്നുറങ്ങും. ഈ മനുഷ്യനേക്കാൾ ശൈത്താൻ ഇഷ്ടപ്പെട്ട വേറെ മനുഷ്യല്ല. കാരണം നല്ലോണം തിന്നും ചെയ്യുക, നല്ലോണം കടന്നുറങ്ങും ചെയ്യുക. ഈ അമിതമായ ഭോജനം അമിതമായ ഉറക്കിലേക്ക് നയിക്കും. ഈ മനുഷ്യനാണ് ശൈത്താന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്. ഇതുപോലെ തന്നെ സഹോദരന്മാരെ, ഉറങ്ങാൻ പാടില്ലാത്ത സന്ദർഭം അത് ശരിക്കും കേട്ടോളി. നിസ്കാരത്തിനിടെ ഉറങ്ങാൻ പാടില്ല. അതേപോലെ തന്നെ ഇബാദത്തുകൾക്കിടയിൽ, ഇപ്പൊ ഖുതുബ ഒരു ഇബാദത്താണ്. ഈ ഖുതുബ എന്തിനാ നമ്മളിവിടെ മിമ്പർമെന്ന് ഖതീബ് ഇങ്ങനെ ഒച്ചട്ട് സംസാരിക്കണം? എന്തിനാ? അത് ആളുകൾ കേൾക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് അതിന് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാനും വേണ്ടിയാണ്. ആ സമയത്ത് കിടന്നുറങ്ങിയാലോ പിന്നെ ഖതീബിന്റെ ആവശ്യമില്ലല്ലോ, എല്ലാവരും ഒന്നും എടുത്തു വന്ന് കിടന്നുറങ്ങിയാൽ പോരെ. ജുമുഅക്ക് വൈദാ ഖുദിയത്തി, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വൈദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, ആ ദിക്റുള്ളയെ മുഫസ്സിരികൾ വിശദീകരിച്ച ഒക്കെ ഖുതുബയാണ്. നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ജുമുഅക്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ വേഗത്തിൽ വരണം. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായിട്ട് പറയാം, ജുമുഅക്ക് വരുന്നവർ നേരത്തെ വരണം. അപ്പൊ നമ്മൾക്ക് നേരത്തെ വരാൻ നമുക്ക് എല്ലാവർക്കും കഴിയും. കാരണം കൊറോണ സമയത്ത് ബാങ്ക് കൊടുത്ത പള്ളി എടുക്കുന്ന നമ്മൾ നിയമം ഉണ്ടാക്കിയപ്പോ എല്ലാവരും 12-ന് മുമ്പ് പടത്തിയല്ലോ. അന്നും ആർക്കും പ്രയാസം ജോലികളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരത്തെ വരാം. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞെന്നുള്ളൂ. ജുമുഅ തുടങ്ങുമ്പം ആളുകൾ പിന്നെ ഖതീബ് മിമ്പർമ കയറുമ്പോൾ ഉള്ള ആളുകൾക്കാണ് മലക്കട രേഖയിൽ ഓൻ ജുമുഅയിൽ പങ്കെടുത്തുന്നുണ്ടാകുള്ളൂ. 3 ആഴ്ചയിൽ തുടർച്ചയായിക്കൊണ്ട് രേഖ വരാതിരുന്നാൽ
അവന്റെ ഹൃദയത്തിൽ സീല് വെക്കപ്പെടുമെന്നൊക്കെ ചില ഹദീസിൽ നമുക്ക് കാണാം. അതുകൊണ്ട് ചെറിയ നിസ്സാരമായ കാര്യമില്ല, ഗൗരവകാര്യം. എന്റെ വിഷയം അതല്ല. ഞാൻ പറഞ്ഞ ഒരു ഇബാദത്ത് നടക്കുന്നതിനിടയിൽ എന്തിനാണ് ഇബാദത്ത്, എന്തിനാണ് ഖുതുബ എന്ന് പറഞ്ഞത്? നമ്മൾ എന്തിനാണ് അറബി എന്ന് പറയുന്ന മഹത്തായ ഭാഷ, അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ റസൂലുള്ളാഹിന്റെ ഹദീസുകളും റസൂലുള്ള സംസാരിച്ച സഹാബത്തും താബീങ്ങളൊക്കെ സംസാരിച്ച ഭാഷ ഒഴിവാക്കിയിട്ട് മലയാളത്തിൽ ഖുതുബാക്കി എന്തിനാ? ഉറങ്ങാനാണെങ്കിൽ അറബി തന്നെ പോരെ? അറബി നല്ല ഭാഷയല്ല, അള്ളാഹിന്റെ ഖുർആന്റെ ഭാഷയല്ല അറബി. ആ അറബി ഒഴിവാക്കിയിട്ട് മലയാളത്തിൽ ഖുതുബാക്കിയത് പ്രവാചകൻ യുദക്കിറുന്നാസ്, ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കാനും ജനങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കാനും വേണ്ടിയാണ്. അതിന് മുന്നിൽ നിൽക്കുന്നവരാണെങ്കിലും ബാക്കിൽ നിൽക്കുന്നവരാണെങ്കിലും സൈഡിലിരിക്കുന്നവരാണ്. ഞാൻ പറയാനുള്ളത് പറയാണ്, ഖുതുബന്റെ ഇടയിൽ ഉറങ്ങാൻ പാടില്ല. അത് ഇബാദത്താണ്. കാരണം നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് കൂലി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒളുവെടുത്ത് പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്നിരിക്കുമ്പോൾ അതൊരു ഇബാദത്താണ്. ആ ഇബാദത്തിനിടയിൽ ഇപ്പൊ ഒരാൾ അറഫയിൽ നിൽക്കുകയാണ്, അറഫയിൽ നിൽക്കൊരു ഇബാദത്താണ്. ആ ഇബാദത്തിനിടക്ക് ആ മോനോടെ മൊബൈലോടൊക്കെ പറയും. ആ ഇബാദത്തിനിടക്ക് അറഫയിൽ ദുഹർ നിസ്കരിച്ച് മഗ്രിബാണ് ഇബാദത്തിന്റെ സമയമാണ്. ആ ഇബാദത്തിന്റെ സമയത്ത് കടന്നുറങ്ങിയാലോ? ഇപ്പൊ ഉറക്കിന് സമയം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഇബാദത്തിനിടക്ക് ഉറങ്ങാൻ പാടില്ല. ആ ഇബാദത്തിനെ അത് സാരമായി ബാധിക്കും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു നമുക്ക് തന്ന നിഅമത്തുകളെ അത് സമയത്ത് ഉപയോഗിക്കുക, ആവശ്യമില്ലാത്തത് ഉപയോഗിക്കാതിരിക്കുക. ഇപ്പോ വേൾഡ് കപ്പ് നടക്കുന്ന സമയമാണല്ലോ, രാത്രി 2-3 മണിക്കൊക്കെ ആളുകൾ കിടക്കുക, കാണാൻ പോകും. ആരെങ്കിലും ഉറങ്ങുന്നുണ്ടോ? ഇന്ന് ആളുകൾ സുബഹിസ്കാരം കഴിഞ്ഞ് സുബഹിസ്കാരത്തിൽ ഉറങ്ങും. ഞാൻ പറഞ്ഞ നമ്മുടെ ഇബാദത്തുകൾക്ക് തടസ്സമാകുന്ന രീതിയിൽ ഒരു വിനോദങ്ങളായിരുന്നാലും മറ്റുള്ള കാര്യങ്ങളായിരുന്നാലും അതൊന്നും ചെയ്യരുത്. അത് നമ്മുടെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഈമാനിനെ കുറച്ച് കൊണ്ടുവന്ന് നമ്മുടെ ശരീരത്തെയും നമ്മുടെ വിശ്വാസത്തെയും തകർക്കുന്ന ഒരവസ്ഥ സഹോദരന്മാരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു നമുക്ക് നൽകിയ ആ ഒരു വലിയ അനുഗ്രഹത്തെ ഇപ്പൊ നിങ്ങൾ ആലോചിക്കണം. ഉറങ്ങാൻ കഴിയാത്ത ആളുകളുണ്ട്, ഉറങ്ങാൻ കഴിയാത്ത ആളുകൾ, ഉറക്ക ഗുളിക കുടിച്ചിട്ട് ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ആലോചിച്ച് നമ്മൾ കിടന്ന ഉറങ്ങുന്നുണ്ടല്ലോ, ഇത് ചെറിയ നിസ്സാരമായ കാര്യമില്ല. ഒരു മനുഷ്യന് ഒരു ഗുളികയുമില്ലാതെ ഉറങ്ങാൻ കഴിയുന്നു എന്നത് നിസ്സാരമായ കാര്യമില്ല, അള്ളാഹുവിന്റെ നിഅമത്താണ്. അതിനകത്ത് നമ്മൾ മറക്കാൻ പാടില്ല. കാരണം ഉറക്കം ഒരു മനുഷ്യന് ശരീരത്തിൽ ഇല്ലെങ്കിൽ മനുഷ്യനാകെ ഡിസോർഡർ ആകും, അവൻ മാനസികമാവും, പച്ചമലയാളത്തിൽ പറഞ്ഞ പിരാന്താകും അവന്. അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്കില്ലെങ്കിൽ അത് അള്ളാഹു നമുക്ക് തന്നെ നിഅമത്താണ്. ആ നിഅമത്തിനെ മനസ്സിലാക്കി അതിന്റെ സമയങ്ങൾ ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിച്ച് ആ രീതിയിൽ മുന്നോട്ട് പോകണം. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വതആല സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, ഉറക്കമെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നൗമു അഖുൽ മൗത്ത്, മരണത്തിന്റെ സഹോദരനാണ് ഉറക്കം. ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യനും മരിച്ചു കിടക്കുന്ന മനുഷ്യനും തമ്മിൽ ശ്വാസമുണ്ട് എന്ന വ്യത്യാസമേ ഉള്ളൂ. മനുഷ്യൻ മരിച്ചതിന് ശേഷം വീണ്ടും ജീവിക്കും എന്നുള്ളതിന് തെളിവാണ് ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യന്മാർ ജീവിക്കുന്നത്, രണ്ടാമത് ഉണരുന്നത്. കാരണം ഉറക്കിനെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശേഷിപ്പിച്ച് ഉറക്കിൽ ഒരു മനുഷ്യന്റെ ആത്മാവ് അല്ലാഹു പിടിക്കുന്നു. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലത്തി ലം തമുത് ഫീ മനാമിഹാ. അല്ലാഹു ഒരു മനുഷ്യന്റെ മരണത്തിലും അവന്റെ ഉറക്കിലും അല്ലാഹു അവന്റെ ആത്മാവിനെ ഏറ്റെടുക്കുന്നു. ഇനി ആ ഉറക്കിൽ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ യഥാർത്ഥത്തിൽ ആ മനുഷ്യന് മരിക്കണം എന്നുള്ളത് നിശ്ചയിച്ചിട്ടില്ലെങ്കിലോ ഫയുംസികുല്ലത്തി ഖള അലൈഹൽ മൗത വയുർസിലുൽ ഉഖറ. ചില ആളുകൾ ആ ഉറക്കിലാണ് അവനെ മരിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചെങ്കിൽ ആ ഉറക്കിൽ പിന്നെ റൂഹിനെ അവൻ തിരിച്ചു കൊടുക്കൂല. എന്നാൽ വയുർസിലുൽ ഉഖറ ഇലാ അജലിൻ മുസമ്മ, ചില റൂഹുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല ചില അജലും മുസമ്മ, നിശ്ചിതമായ അവധി വരെ കുറച്ചും കൂടി അവന് നീട്ടിക്കൊടുക്കും. അപ്പൊ നമ്മൾ ഉറങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മരിക്കണം. അതാ പ്രവാചകൻ പറഞ്ഞത്, അന്നൗമു അഖുൽ മൗത്ത്. അതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥന നിങ്ങൾ ചിന്തിച്ചു നോക്കി. ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഹയ നമ്മൾ പ്രാർത്ഥിക്കണം. ബിസ്മിക അല്ലാഹുമ്മ അനാമു എന്നല്ല, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറങ്ങുന്നു എന്നല്ലല്ലോ ആ പ്രാർത്ഥനയുടെ അർത്ഥം. ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഹയ, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ മരിക്കുന്നു എന്ന്. ആ ബോധം നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് നമുക്ക് ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഹയ. ഇനി ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥന എന്താ? അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദ മാ അമാതന.
ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ ജീവിപ്പിച്ച അള്ളാഹു നിനക്ക് സ്തുതി. ഞങ്ങൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിച്ച അള്ളാഹു നിനക്ക് സ്തുതി എന്നല്ല, ഞങ്ങളെ മരിച്ചതിന് ശേഷം ഞങ്ങൾ ജീവിപ്പിച്ച അള്ളാഹുവെ നിനക്ക് സ്തുതി എന്നാണ് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് തന്നെ ഉറങ്ങുന്ന സമയത്ത് ഇസ്ലാമികമായിട്ടുള്ള ആദാബുകളൊക്കെ പാലിച്ച് ആ രീതിയിൽ തന്നെ ഉറങ്ങാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഉറക്കെന്ന് പറയുന്നത് നമ്മുടെ അത് വേൾഡ് കപ്പിന്റെ കാലത്താണെങ്കിലും ഏത് കാലത്താണെങ്കിലും നമസ്കാരത്തിൽ നിന്ന് തെറ്റിക്കുന്ന ഇബാദത്തുകളും തെറ്റിക്കുന്ന രീതിയിലുള്ള ഒരു വിനോദങ്ങളും അള്ളാഹുവിന്റെ പ്രവാചകനോ ദീനോ നമുക്ക് അനുവദിച്ചത്. വിനോദങ്ങളൊക്കെ നമുക്ക് ആവശ്യത്തിനൊക്കെ അതിനൊന്നും ഇസ്ലാമത്തെ ഒരു പ്രശ്നമല്ല. പക്ഷെ സൂറത്തുൽ മുഅ്മിനൂന്റെ ആദ്യത്തെ 2-3 ആയത്തുകൾ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹ് പറയണം, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികളായ ആളുകൾ വിജയിച്ചിരിക്കുന്നു. ആരൊക്കെയാണ് വിശ്വാസികൾ? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ ഖുശൂ ഉള്ളവരായിരിക്കും. രണ്ടാമത് അള്ളാഹ് പറഞ്ഞു, വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യമായ വിനോദങ്ങളിൽ നിന്ന് പിന്തിരിയുന്നവരായിരിക്കും. പിന്നീട് അള്ളാഹു വീണ്ടും കുറച്ച് ആയത്തുകൾക്ക് ശേഷം പറഞ്ഞു, വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിദൂൻ, അവരുടെ നമസ്കാരങ്ങളിൽ ശ്രദ്ധയുള്ളവരായിരിക്കും, കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും. അപ്പൊ നമസ്കാരത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള വിനോദങ്ങളെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടുള്ളൂ. അതല്ലാത്ത അനാവശ്യമായ രീതിയിൽ ഉറക്കമിളച്ച് അവന്റെ ഇബാദത്തുകൾ നഷ്ടപ്പെടുത്തി അവന്റെ ശരീരത്തെ നഷ്ടപ്പെടുത്തുന്ന, ശരീരത്തെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളിലേക്കും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പോകാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി, ഇതാണ് അള്ളാഹ് നമ്മുടെ നടന്ന നിർദ്ദേശം. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് കഠിനമായി പരിശ്രമിക്കേണ്ടത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുമ്പോൾ അതിൽ അള്ളാഹുവിന്റെ ബർക്കത്തുണ്ടാകും. മാത്രമല്ല, നമ്മൾ ഏത് സമയത്തും മരിക്കുന്നുള്ള ബോധം നമുക്കുണ്ട്. ആവേശങ്ങളൊക്കെ കൂടി ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ 10,000-കണക്കിനും ആയിരക്കണക്കിന് ഉറുപ്പിയുള്ള ഫ്ലക്സുകളൊക്കെ വെറുതെ വെച്ച് അതിന്റെ പേരിൽ മത്സരിക്കാൻ. ദുനിയാവിന്റെ വിഷയത്തിലല്ല, പരലോകത്തിന്റെ വിഷയത്തിൽ മത്സരിക്കാനാണല്ലോ പറഞ്ഞത്. പക്ഷെ അതിനവിടെ ആള് കുറവായിരിക്കും. പക്ഷെ അവിടെ ഒക്കെ ഉണ്ടാകുമ്പോഴും ഏത് സമയത്തും നമ്മൾ തുള്ളിച്ചാടുമ്പോഴും ആഹ്ലാദിക്കും ഒക്കെ മരണം നമ്മളെ പിടികൂടാം. ആ മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്നും വത്തഖൂയൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്, എന്താണോ അവൻ ചെയ്തത് അതവന് പരലോകത്തുണ്ടാവും. അത് നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ. ഈ ഒരു ബോധ്യത്തോടു കൂടിയായിരിക്കും നമ്മുടെ ജില്ലയുടെ ജീവിതം. അല്ലാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു നല്ലവരായ നമ്മുടെ സത്യവിശ്വാസികൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, അല്ലാഹു അവർക്കെല്ലാം സ്വർഗം നൽകി ആദരിക്കുമാറാവട്ടെ. അവരെ നമ്മെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. രോഗം മൂലം, കടബാധ്യത മൂലം പ്രയാസപ്പെടുന്ന സഹോദരന്മാരുണ്ട്, അല്ലാഹു അവർക്കെല്ലാം ആശ്വാസം നൽകുമാറാവട്ടെ. നമുക്കറിയാം, GCC രാജ്യങ്ങൾ വീണ്ടും ഒരു അശാന്തിയുടെ അവസ്ഥയിലേക്ക്, സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയുള്ള മുഅ്മിനീങ്ങൾക്ക്, വിശ്വാസികൾക്ക്, ഇസ്ലാമിക രാജ്യത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉള്ളിൽ നിന്നുള്ളവരാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും അവരെ അല്ലാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. ഇസ്ലാമിന്റെ സൈന്യത്തിന് അല്ലാഹു ശക്തിയും പ്രതാപവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഅ്സിൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين آمين برحمتك يا ارحم الراحمين. وصلى الله على